ഇറങ്ങ പോയപ്പോൾ നിണ്ണിത്തണ്ട് വെള്ളമുണ്ട്. ടീച്ചങ്ങോടാ ഇത്തിരി നീളം വെച്ച് എന്തെങ്കിലും കുത്തി കേട് വരുത്തുമോ നമ്മൾ ചെറുതായിട്ടൊക്കെ കുത്തിയിട്ടുണ്ട്. ഉള്ളിൽക്കൊന്നുമില്ല ഉണ്ട്. വേറെ കവറ് മാറ്റി കൊടുക്കട്ടെ. താഴെപ്പുറത്തേക്ക് ഇതൊക്കെ ഉണ്ടാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും കേട്ടോ. മത്തൻ്റെ എനിക്ക് കൂടുതൽ ഇലയാണ് ഇഷ്ടം. ഞാൻ കൂടുതൽ ഇല പൊട്ടിക്കൽ. ഒരു മത്തൻ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇനി കവറിട്ട് മൂടണം, അല്ലെങ്കിൽ ഫുള്ള് തത്തയും മയിലും കൊണ്ടുപോകും. ഇത് രണ്ട് മത്തൻ്റെ പോലുണ്ട്. പയറൊക്കെ തൂങ്ങുന്നുണ്ട്. വാഴയൊക്കെ നന്നായി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇനി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. വേറൊരു വളവും ഇവിടെ ഇടില്ല. ചുറ്റുള്ള പുല്ലും വെട്ടിയിട്ട് കൊടുക്കും. ചുറ്റുള്ള പുല്ലും ചാണകപ്പൊടി. നമുക്ക് ഏറ്റവും പെട്ടെന്ന് കായ ഉണ്ടാവുന്ന ഒരു പച്ചക്കറിയാണ് വെള്ളരി. ഇഷ്ടം പോലെ ഉണ്ടാവും ചെയ്യും. പെട്ടെന്ന് വള്ളി അങ്ങോട്ട് പിടിച്ചു കിട്ടി കുറച്ചാകുമ്പോഴേക്കും ഇത് കായ്ക്കൽ തുടങ്ങും കേട്ടോ. ഇവിടെ ഇതിൽ കുറേ എണ്ണം പൊട്ടിച്ച് നമ്മളിത് തന്നെയുണ്ട്. അപ്പുറത്തൊരു കൂട്ടുണ്ട്, അതിൽ ഇഷ്ടംപോലെ ഉണ്ട്. മത്തനെ കുമ്പടനൊക്കെ വളർന്നാകുമ്പോഴത്തേന് സമയം എടുക്കൂലേ. ഇതെന്തായാലും ഞാനൊന്ന് വിത്താക്കാമെന്ന് വിചാരിച്ചു. നല്ല വലിയ വെള്ളരി. അപ്പോൾ അതൊന്ന് വിത്തിന് നിർത്തി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, ഇതിൻ്റെ ഉള്ളിലിതാ വേറെ ഒന്ന് നല്ല വലിപ്പമുണ്ട് സംഭവം. ഇതേ കിടക്കുന്നു വേറൊന്ന്. അതിങ്ങനെയായി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. വാഴക്കൊലയുടെ അവസ്ഥ എല്ലാവരും തിന്നതിൻ്റെ ബാക്കിയുണ്ട്. എന്തെങ്കിലും ഉണ്ടോ നോക്കാം, എത്തി നോക്കട്ടെ. ഒക്കെ തിന്നിട്ടുണ്ടോ? മൂക്കണേൻ്റെ മുന്നേ തന്നെ അവർ കഴിക്കലോടും. ഇത് നാടൻ വാഴ കേട്ടോ. നമുക്ക് ഒന്നും ഇട്ടുകൊടുക്കും വേണ്ട, അങ്ങനെ ഉണ്ടായിക്കോളും. പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല. കുന്നൻപഴമാണത്. നമുക്ക് എപ്പോഴും ഇങ്ങനെ കിട്ടും. വാഴക്കൊല എപ്പോഴും വെട്ടാണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ചേമ്പൊക്കെ ഉണ്ട് പറിക്കാൻ. കുറേ ചേമ്പുണ്ട് പറിക്കാൻ. ഒന്നും നമുക്കൊന്നും ഇട്ടെടുക്കാതെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഒരു കന്ന് വെച്ചതാണ്. ഒന്നിച്ച് പടർന്ന് ഈ ഭാഗം മൊത്തമായി. ഇനി വെക്കാം. അതെ, നമ്മുടെ പഴക്കം കുറച്ചൊക്കെ അവർ തിന്നു, എന്നാലും ബാക്കിയുണ്ട്. എന്തതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളരി. എന്തെങ്കിലും ചെയ്യണമെങ്കിലും നമ്മളൊരു ഇത്തിരി സ്ഥലത്ത് ചെയ്താലും നമുക്ക് ഒരു വീട്ടാവശ്യത്തിനുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തൊടിയിൽ വാഴക്കൊല വെട്ടിറങ്ങിയാണ്. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകാം. കയ്യിൽ തന്നെ പൊട്ടിച്ചെടുക്കുക. വാഴക്കൊല വെട്ടാനിറങ്ങിയതാ. അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുപോകാൻ. ഇതൊക്കെ ഇന്നലെ പൊട്ടിക്കേണ്ട മൂത്തത്. മൂത്തിട്ടില്ല കേട്ടോ. കണ്ടപ്പോൾ മൂത്ത് വിചാരിച്ചു. ഇത് മൂത്ത്. ഓ, തത്ത കുത്തിട്ടോ ചോളോനൊക്കെ. ഇളയതാണ്. ഇനിയിപ്പോൾ കവറിട്ട് കെട്ടട്ടെ. കൊത്തൽ തുടങ്ങി.
കുട്ടുവാവനവിടെ കെട്ടി. ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല. ഒക്കെ നേരം കൊടുക്കുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ല. ഇനി നാളേക്ക് ഇത് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. ഈ ഭാഗത്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇതും കൂടി ഒന്ന് പൊട്ടിക്കട്ടെ. നമുക്ക് ദിവസം അങ്ങനെ കിട്ടും കേട്ടോ. പുറമേ ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. ഇത് മൂത്തു. ഒന്നിപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. ഇന്നിത്തിരി പച്ചമുളകും പൊട്ടിക്കട്ടെ. ഇതൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള കേട്ടോ. ആവശ്യത്തിന് മാത്രം പൊട്ടിച്ചു കൊടുക്കും. ഇറക്കൊലിയും കിട്ടി, കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടി. ഇന്നൊക്കെ ഉള്ളതൊക്കെ ആയി. വെള്ളരിയൊക്കെ ഉണ്ടാവും, ഞാൻ പൊട്ടിച്ചിട്ടില്ല. വരാട്ടാ. ഓക്കെ, തക്കാളിയൊക്കെ നോക്കി നിറയെ ഉണ്ടാവല്ലോ തുടങ്ങി. ഇതൊക്കെ ഗ്രോ ബാഗിലുള്ളതാണ്, അടുക്കളൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുള്ളതാണ്. ആദ്യം ഉണ്ടായ തക്കാളിയൊക്കെ ഏകദേശം ആവാനായി. അടുത്തത് ഉണ്ടാവണം. ഗ്രോ ബാഗിലുള്ള മുളകൊക്കെ നിൽക്കുന്നുണ്ടോ? കുട്ടുവാവേ എന്തടാ? കുട്ടുവാവേ അല്ല, പാത്തു, പേര് മാറി. പാത്തുസ് പാലൊക്കെ കുടിച്ച് പാത്തുസിൻ്റെ അമ്മനെ അവിടെ കെട്ടി. ഇനി പാത്തുസിനകത്ത് കയറ്റട്ടെ. പാത്തുഷേ, പാത്തുവിനെ കയറിട്ട് കെട്ടി വെച്ചിട്ടേ, അല്ലെ ഈ തൊടിയിൽ കൂടി പോയാൽ പിന്നെ അവളെ കിട്ടൂല. എവിടെ കൊട്ടമണിക്ക്? എവിടെ? എന്താ കിളിങ്ങാത്തു? ഇനി അവളെ ആ ഷെഡിലേക്ക് കയറ്റട്ടെ. പാത്തു, പാത്തു ഒരു ഹായ് പറഞ്ഞേ. ഡേ പാത്തുസേ, ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോഴും സന്തോഷം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.